ഒരു ചെറിയ പടത്തിന് അസിസ്റ്റന്റ് ഡയറക്ടർ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. എത്ര പുസ്തകങ്ങളിൽ പഠിച്ചെന്ന് വെച്ചോ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചെന്ന് വെച്ചോ, എന്നാലും അതിൻ്റെ അപ്പുറമാണ് ഒരു സെറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ. ഞാൻ ഇതിലോട്ട് ഇറങ്ങിയപ്പോഴാണ് റീപ്രൊഡക്ഷൻ ഇത്രയും വലിയ സംഭവം ഞാൻ അറിയുന്നത്. ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിലോട്ട് കയറുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ഇത് തന്നെയായിരിക്കും, എങ്ങനെയാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് കയറി പറ്റുന്നത്. അപ്പോൾ സിനിമ ചെയ്യാൻ നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷെ സിനിമ ചെയ്യാൻ പോകുന്ന ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ട്. എഡിറ്റിങ്ങിൽ വരുമ്പോൾ സോഷ്യൽ മീഡിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. സോഷ്യൽ മീഡിയയാണ് ഒരു എഡിറ്ററിനെ വളർത്തുന്നത്. ഇപ്പോൾ അതായത് നമ്മുടെ വർക്ക് കാണുമ്പോൾ ഇവൻ കൊള്ളാം എന്ന് തോന്നണം ആളുകൾക്ക്. എന്നുള്ള സംഭവം ഇപ്പോൾ ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. അത് ഡിസൈനേഴ്സിൻ്റെയും എഡിറ്റേഴ്സിൻ്റെയും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എല്ലാത്തിനും കൈമുടി മുട്ടിക്കാൻ പോകുന്നൊരു, എക്സ്പെഷ്യലി VFX ആർട്ടിസ്റ്റുകളുടെ കൈമുടി മുട്ടിക്കാൻ പോകുന്ന സാധനം. ഇത് നമുക്ക് നമ്മുടെ ജോലി പോവണ്ടെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഹായ്, എൻ്റെ പേര് സഞ്ജിത് ജോൺ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബിയോണ്ട് ദ ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ആണ്. ഈ ഒരു ഷോയിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിയേറ്റീവായിട്ടുള്ള സ്പേസുകളിൽ എങ്ങനെയാണ് ഒരു വ്യക്തി, ക്രിയേറ്റീവായിട്ടുള്ള ആൾ, ഈ പറഞ്ഞിട്ടുള്ള മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർ എങ്ങനെയാണ് ഇതിനെ ടാക്കിൾ ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സുകൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ഒരു ഷോയിൽ നമ്മുടെ കൂടെ ആദ്യം എത്തിച്ചേർന്നേക്കുന്നത് ബെഞ്ചമിനാണ്. ബെഞ്ചമിൻ ഹീസ് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ആൻഡ് കറൻ്റ്ലി ഹീസ് ഓൾസോ എ മെൻറ്റോർ. അപ്പം വെൽക്കം ബെഞ്ചമിൻ. താങ്ക് യു. സോ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, റീസെൻ്റ്ലി ഒരു അസിസ്റ്റൻറ്റ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മൂവീനെ കുറിച്ചിട്ട്. അതെ, അത് റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. സോ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയാമോ? ആക്ച്വലി എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡയറക്ഷൻ താല്പര്യമുള്ള ആളാണെങ്കിലും ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ആണെങ്കിലും എന്ത് കാര്യം താല്പര്യമുള്ള, സിനിമയായിട്ട് താല്പര്യമുള്ള ആൾ അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമിലെങ്കിലും ഡയറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ചെറിയ പടത്തിന് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ എത്ര പുസ്തകങ്ങളിൽ പഠിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ എത്ര ഈ പറഞ്ഞ പോലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചെന്ന് വെച്ചോ, എന്നാലും അതിൻ്റെ അപ്പുറമാണ് ഒരു സെറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ. അതൊരു ചെറിയ മൂവിയാണെന്നുണ്ടെങ്കിലും, ഒരു വലിയ സിനിമ, ഒരു ബാഹുബലിയോട് വലിയൊരു സിനിമയാണെന്നുണ്ടെങ്കിലും, അതിൽ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ ഡിഫറെൻറ്റാണ്. നമ്മൾ മൈൻഡിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നടക്കുക. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. അത് എങ്ങനെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താന്നുള്ള ഏറ്റവും വലിയ സംഭവം. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ടാസ്ക് ആയിരിക്കും, ഞാൻ അതിൽ ഹാൻഡിൽ ചെയ്ത് ആർട്ടാണ് ഹാൻഡിൽ ചെയ്തത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ആർട്ട് എന്ന് പറയുമ്പോൾ അത് ലൊക്കേഷനിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം, ആക്ടേഴ്സ് എന്തൊക്കെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇത് ഈ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിന് ഏറ്റവും പ്രശ്നം വെച്ചാൽ കണ്ടിന്യൂറ്റി ഭയങ്കര പ്രശ്നമാണ്. അതാ ഞാൻ ചോദിക്കുന്നത്, കണ്ടിന്യൂറ്റിയാണ് ഏറ്റവും ടാസ്ക്. അതായത് ഇപ്പോൾ ഒരു ചിലപ്പോൾ നമ്മൾ ആ സീനിൽ ഏറ്റവും അവസാനത്തെ ഷോട്ടാക്കി ചിലപ്പോൾ ആദ്യം എടുക്കാം. ചിലപ്പോൾ നമ്മളൊരു ഗ്ലാസ് പൊട്ടിച്ച ഷോട്ടായിരിക്കും. ഈ പൊട്ടിച്ച ഗ്ലാസിൻ്റെ കണ്ടിന്യൂറ്റി പോകണം ഈ സെയിം. അപ്പോൾ നമുക്കപ്പോൾ സ്റ്റെപ്പിന് വേണം. അതായത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കുന്ന ചിലപ്പോൾ ഗ്ലാസ് പൊട്ടിക്കുന്ന ഷോട്ടായിരിക്കും. ആക്ടറിനെ പോകാൻ ധൃതി കൊണ്ടോ എന്തെങ്കിലും അത്യാവശ്യം ചിലപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ഗ്ലാസ് പൊട്ടിച്ച ഷോട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടൊക്കെ ഡയറക്ടർ നമുക്ക് ഇനി ആദ്യത്തെ ഷോട്ട് എടുക്കുക, എവിടെ ഗ്ലാസ് എവിടെ എന്ന് വെച്ചാൽ ഗ്ലാസ് പൊട്ടിച്ചു കളഞ്ഞു. നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ഗ്ലാസ് പൊട്ടിച്ച് കളഞ്ഞ് അവിടെ പോയി. അപ്പം നമുക്ക് അവിടെ ഓക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് ആർട്ടിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമായിരിക്കില്ല, ആർട്ടിന് സെപ്പറേറ്റ് വേറൊരു ടീം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആർട്ട് ഡയറക്ടറിനോടും ആർട്ട് അസോസിയേറ്റ്സിനോടും നമ്മൾ പറഞ്ഞു നോക്കണം, നമുക്ക് ഒരു ഗ്ലാസ്സേ പൊട്ടിക്കുന്നുള്ളൂ, പക്ഷെ 4 ഗ്ലാസ് എടുത്ത് വെച്ചോ, ഈ പൊട്ടിക്കുന്ന ഗ്ലാസ് റീടേക്ക് പോയാലും അതും പ്രശ്നമാണ്. ചിലപ്പോൾ ആക്ടറിൻ്റെ പ്രശ്നമായിരിക്കാം, ടെക്നീഷ്യൻസ് ആയിരിക്കും, ഫോക്കസിൻ്റെ പ്രശ്നമായിരിക്കാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, ക്യാമറ മൂവിൻ്റെ പ്രശ്നം ഉണ്ടാവാം. ചിലപ്പോൾ ഡയറക്ടർ സാറ്റിസ്ഫൈ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്നുകൂടി കൊണ്ടുവരും. ചിലപ്പോൾ ഒരു ഗ്ലാസ് പൊട്ടിക്കുന്ന ഷോട്ടിൽ ചില 10 ഗ്ലാസ് വാങ്ങിച്ചു വെക്കുന്ന സിറ്റുവേഷൻ വരും നമുക്ക്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ നമ്മളീ പറഞ്ഞ ഷോർട്ട് ഫിലിം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് പഠിക്കുന്നു, ഒരു ഗ്ലാസ് എടുത്താൽ മതി, നമുക്ക് ആ ഒരു തോട്ടേ പോകും, ഒറ്റ ഷോട്ട് തീർക്കുന്നത്. പക്ഷെ ഇതല്ല, നമ്മൾ ഇതേപോലെ ഒരുപാട്, ഇതിപ്പോൾ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞോളൂ, ചെറിയൊരു വലിയ പറഞ്ഞ ട്രെയിലറെന്ന് പോലെ ചെറിയ കാര്യം ഞാൻ പറഞ്ഞോളൂ. പക്ഷേ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമ്മൾ അസിസ്റ്റന്റായിട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ സ്മോക്ക് ഉണ്ടെങ്കിൽ സ്മോക്ക് അടിക്കാൻ വരെ പോകേണ്ടി വരും. ഞാൻ ചെയ്തേക്കുള്ളത് സ്മോക്ക് ഉണ്ടെങ്കിൽ സ്മോക്ക് അടിക്കാൻ വരെ പോകേണ്ടി വരും നമുക്ക്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും, കായികപരമായി കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് കാര്യം എടുത്തു വെക്കലും മാറ്റി വെക്കല് ചുമന്നിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ഈ ഒരു ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അസിസ്റ്റന്റ് ഡയറക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം
ഒരു ആർട്ട് ഡയറക്ടറും ഈ പറഞ്ഞിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഈ ആർട്ടിനെ ഹാൻഡിൽ ചെയ്യുന്നവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം? ഏറ്റവും ക്ലീൻ ആയിരിക്കണം. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ടീം ബെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന അനന്തങ്കാട് മൂവി, അതിൻ്റെ ആർട്ട് ടീമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ആ സെയിം ടീമായിരുന്നു എൻ്റെ മൂവിയിൽ. പിന്നാലെ എന്നാണ് എൻ്റെ മൂവിയുടെ പേര്. ആ വർക്ക് ചെയ്തത്. അവരുടെ ടീം അടിപൊളിയായിരുന്നു. അവരുടെ പേരെടുത്തവരെ പറയണം, കാരണം അവർ ഒരുപാട് എന്നെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ എനിക്ക് ബ്രീനോ, ആനന്ദു, സ്റ്റെർലിൻ, ഇങ്ങനെ കുറേ പേരുണ്ട് എന്നെ. അതായത് എൻ്റെ ആദ്യത്തെ മൂവിയാണെന്ന് അവർക്കറിയാം. പക്ഷെ അവരുടെ ഒരുപാട് സിനിമകൾ കഴിഞ്ഞ് വന്നേക്കണ്ട, എൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് വരും. അത് ആദ്യത്തെ ഷെഡ്യൂളിലൊക്കെ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കേ ഉള്ളൂ. അവർ ചില സമയത്തൊക്കെ എന്നെ തെറി വിളിച്ചിട്ടല്ലേ, ലിറ്ററലി എടാ അത് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആ സമയത്ത് ഒരിക്കലും ആ ഒരു ഈഗോ വർക്കൗട്ട് ആക്കാനോ നിന്ന് നമ്മളവിടെ പഠിക്കില്ല. നമുക്കവിടെ ഞാൻ പോയത് പഠിക്കാൻ വേണ്ടി പോയത്. ഈ സിനിമ എങ്ങനെ വർക്കാവുന്നു, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതല്ല സിനിമ, സ്ക്രീനിൽ കാണുന്നത് മാത്രമല്ല സിനിമ. ഈ 2.5 മണിക്കൂർ ഉണ്ടാകുന്ന സാധനം എത്ര നാളത്തെ പ്രോസസ്സാ. എൻ്റെ മൂവിയുടെ കാര്യം, എൻ്റെ ചെറിയ സിനിമയാണ്, അതിൻ്റെ സിനിമയുടെ കാര്യം പ്രീ പ്രൊഡക്ഷൻ ഒരു 2 മാസം പോയി, ഷൂട്ടിംഗ് ഒരു 70 ദിവസത്തോളം പോയി. അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കൊല്ലം ആവാറായി. അപ്പോൾ ഇത് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞത് പ്രീ പ്രൊഡക്ഷൻ, അതിന് മുന്നേ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നൊരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റർ എത്ര നാൾ എഴുതിയിട്ടുണ്ടാവും, ഡയറക്ടർ എത്ര നാൾ എഴുതിയിട്ടുണ്ടാവും, മനസ്സിലായോ? അവരുടെ പ്രിപ്പറേഷൻ ഒരുപാട് കാലം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കാണുന്ന പോലെ ഒരു ചെറിയൊരു കാര്യമല്ല സിനിമ. ഏതൊരു സിനിമ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴും ശരിയാണ്, ക്രിറ്റിസൈസ് ചെയ്യാൻ നമുക്ക് അതിനുള്ള അവകാശമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ബാക്കിലുള്ള കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അത് ചില്ലറയല്ല എന്നുള്ളത് ആദ്യം. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഞാനിപ്പോൾ ഒരു ഡിസൈനറാണ്. അപ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഞാനൊരു നീഷായിട്ടുള്ള ഒരു സംഭവം, ഞാനിപ്പോൾ ഒരു ലോഗോ ഡിസൈനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലോഗോ ഡിസൈനിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് വേണമെങ്കിൽ എന്നെ മാറ്റിയെടുക്കാം. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് വല്ല പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നീഷ് പിടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ എല്ലാത്തിനെ കുറിച്ചിട്ടൊരു നല്ല ധാരണ നമുക്കുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പം ബെഞ്ചമിനും ഒരു എഡിറ്ററാണ്. അപ്പം എഡിറ്റിങ്ങിൽ മാത്രം ഒതുങ്ങി പോവാതിരിക്കാൻ വേണ്ടി എന്താണ് ഈ അസിസ്റ്റന്റ് ഡയറക്ടിങ്ങും കൂടെ ചൂസ് ചെയ്യാനായിട്ടുള്ള എൻ്റെ റീസൺ? ലൈക്ക് എന്താണ് ഇൻസ്പയർ ചെയ്യുന്നത് ബെഞ്ചമിനെ? ഇൻസ്പയർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി സിനിമ പഠിക്കാമെന്നാണ്. ഇപ്പോൾ എനിക്കും ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അത് എഡിറ്റിങ് മാത്രം എനിക്ക് തന്നെ ഡയറക്റ്റ് ചെയ്ത്, എനിക്ക് തന്നെ എഴുതി, എനിക്ക് തന്നെ ഡയറക്റ്റ് ചെയ്ത്, എനിക്ക് തന്നെ എഡിറ്റ് ചെയ്ത് പറഞ്ഞിറക്കുന്നത് വളരെ ആഗ്രഹമുള്ള ഒരാളാണ്. എല്ലാം എനിക്ക് തന്നെയാണ്. സന്തോഷ് പണ്ഡിതൊക്കെ പോലെ എല്ലാം എനിക്ക് അഭിനയിക്കണം അതിൽ, അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് അത് പ്രാക്ടിക്കൽ ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴത്തുള്ള അറിവ് പോരാ. അത് ഒരു മനസ്സിലാക്കിയൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ജിസോ ജോസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 1-2 ഷോർട്ട് ഫിലിംസ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഡിഗ്രി കാലഘട്ടത്തിൽ. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ഒരവസരം തരും, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരവസരം തരും. പുള്ളി അതിനെന്താ വന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2025 ഫെബ്രുവരി സമയത്താണ് എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. അത് ഈ പറഞ്ഞ പോലെ സിനിമയോടുള്ളൊരു ആക്രാന്തമൊക്കെ എനിക്ക് പറയാം. കാരണം അത് പഠിക്കാനുള്ളൊരു ആഗ്രഹം, ഇതൊക്കെ എങ്ങനെയാണ് വർക്കാവുന്നത്. നമ്മൾ ഈ ഫോട്ടോസിലും അവിടെ വായിച്ചൊക്കെ അറിയുള്ളൂ, ഇതിൻ്റെ അകത്ത് എന്താ നടക്കണമെന്ന് അപ്പോഴും നമുക്കറിയില്ല. ഞാൻ ഇതിലോട്ട് ഇറങ്ങിയപ്പോഴാണ് പ്രീ പ്രൊഡക്ഷൻ ഇത്രയും വലിയ സംഭവമാണ് ഞാൻ അറിയുന്നത്. ചെറിയൊരു പരിപാടിയല്ല, ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം ചെയ്ത് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ആണല്ലോ, സ്ക്രിപ്റ്റ് വായിച്ച് പിന്നെ അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് അസോസിയേറ്റ്സ് പറഞ്ഞു തരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും കാര്യങ്ങളുണ്ടോ, ഇതിനാണ് നമ്മൾ നിസ്സാരമായിട്ട് ചിരിച്ചു തള്ളിക്കളഞ്ഞത് മനസ്സിലാക്കുന്നത്. അത് എത്ര ചെറിയ മൂവി ആണെങ്കിലും അതിൻ്റെ കഷ്ടപ്പാടെന്ന് പറയുന്നത് വളരെ, നമ്മളിപ്പോൾ ചില സിനിമകളിലൊക്കെ ഈ കണ്ടിന്യൂറ്റി മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ കണ്ടു ചിരിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, വിട്ടുപോയിണ്ടാവും. ചിലപ്പോ ഇന്നിപ്പോ 10ാം സീൻ എടുക്കണത് എനിക്ക് 11ാം സീൻ എടുക്കുന്നത് ചിലപ്പോ ഷൂട്ടിന്റെ അവസാന ദിവസം വയ്ക്കും. അപ്പോൾ ഈ 10ാമത്തെ ദിവസം അത് എടുത്തെന്താ നമുക്കറിയില്ല.
10ാമത് സീനിൽ എടുത്തതാണ് നമുക്ക് അറിയില്ല. നമ്മൾ ആ സമയത്ത് പോയി സ്പോട്ട് എടുത്തിട്ട് പോയി ചോദിക്കും, അതിൻ്റെ ഉള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് വരും. എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് പോയി തപ്പേണ്ടി വരും. ചിലപ്പോൾ അത് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ അടുത്ത വഴി വേറെ നോക്കണം. സെയിം അതേപോലെ ഉണ്ടായി ചിലപ്പോൾ വേറെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അങ്ങനെ കുറേ ടാസ്കുകളുണ്ട് ഇതിൽ. അപ്പം ഞാൻ ഇതിലോട്ട് വരാൻ കാരണം എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കുകളിൽ ഇവിടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ എനിക്ക് ഇറക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പം ജിസോ ജോസിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ലൈക്ക് നേരത്തെ 1-2 ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. സോ ഐ തിങ്ക് ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിലോട്ട് കയറുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ഇത് തന്നെയായിരിക്കും, ലൈക്ക് എങ്ങനെയാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് കയറി പറ്റുന്നത്. നമ്മൾ ചിലപ്പം കുറേ സക്സസ് സ്റ്റോറികൾ നമ്മൾ കേട്ട് കാണുമായിരിക്കും, ഒരു അറിവില്ലാത്ത ലൈക്ക് ഈ ഒരു കണക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഇതിനകത്ത് കയറുക എന്നുള്ളത്. ഇപ്പം ബെഞ്ചമിൻ കയറിയേക്കുന്നത് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ട് അതിൻ്റെ ഒരു കണക്ഷൻ വെച്ചിട്ടാണ്. സോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കയറാൻ പറ്റും എന്ന് ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. അത് എന്തുമാത്രം ഉള്ളതാണ് എന്തെങ്കിലും ഉണ്ടോ? ഈ കണക്ഷൻ ഇല്ലാതെ കയറുക എന്നുള്ളത് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് 100% ലക്കായിരുന്നു. 100% ലക്ക. ഞാൻ അതിനു വേണ്ടി പ്രത്യേകിച്ച് വലിയ എഫേർട്ട് ഒന്നിട്ടുള്ള, ഞാൻ ആഗ്രഹം വെച്ചുകൊണ്ട് നടന്നില്ല അത്. കാരണം എനിക്ക് അതിനുള്ള സമയമോ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു സമയത്ത് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ബിസി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്താണ് എനിക്ക് ഇത് വന്നത്. പക്ഷേ മറ്റുള്ളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഫേർട്ട് എടുക്കുക എന്നുള്ള, നമ്മളതിനു വേണ്ടി അന്വേഷിക്കുക എന്നുള്ള. ഇപ്പോൾ ഡയറക്ടേഴ്സിനാണെന്നുണ്ടെങ്കിലും അസോസിയേറ്റ്സ് ആയിട്ടാണെങ്കിലും കമ്പനി ആവാൻ നോക്കാം മാക്സിമം. എനിക്ക് ആ സിനിമ വഴി ഒരുപാട് ഗുണങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. റീസെൻ്റ്ലി ചെയ്ത മൂവിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഒരുപാട് വർക്കുകൾ അതിൻ്റെ ബേസ് ചെയ്ത് കിട്ടി. എനിക്കിപ്പോൾ 2 മൂവീസ് ഓഫർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് 2 മൂവീസൊക്കെ ഓൾറെഡി ഓഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ആക്ച്വലി അവിടെ നിന്ന് കണക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളവിടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കണക്ഷനാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, മാക്സിമം കണക്ഷൻ ഉണ്ടാക്കുക, നെറ്റ്വർക്ക് ഉണ്ടാക്കുക, മാക്സിമം നെറ്റ്വർക്ക് ഉണ്ടാക്കുക. അങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് വർക്കുകൾ കിട്ടത്തുള്ളൂ, നമുക്ക് വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കണക്ഷനും ഇല്ലാത്ത ആളാണ് ഇപ്പോൾ, നെപ്പോക്കിട്ട് അല്ലാത്ത ഒരാളാണ്. അങ്ങനത്തെ രീതിയിൽ വരുന്ന ഒരാൾക്ക് സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആൾ അന്വേഷിക്കേണ്ടി വരും, ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അതിനകത്തൊരു വലിയ എഫേർട്ട് കൊണ്ടുവരും. കാരണം നമുക്ക് ഇത് സിനിമ ചെയ്യുന്ന ഒരാൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സിനിമ ചെയ്യാൻ നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷെ സിനിമ ചെയ്യാൻ പോകുന്ന ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് പ്രശ്നം. സിനിമ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ടർ ആവണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കൊരു പ്രൊഡ്യൂസറെ കിട്ടാൻ പാടില്ല. പ്രൊഡ്യൂസറെ കിട്ടിയാൽ തന്നെ അത് പിന്നെ ആക്ടേഴ്സിൻ്റെ ഡേറ്റ് ഇഷ്യൂസ്, അത് നമ്മൾ വിചാരിക്കുന്ന ആക്ടേഴ്സിന് കിട്ടില്ല. പിന്നെ തട്ടിക്കൂട്ട് ടെക്നീഷ്യൻസിന് കിട്ടില്ല. നമുക്ക് നല്ല ടെക്നീഷ്യൻസിന് കിട്ടുന്നില്ല. തട്ടിക്കൂട്ട് പരിപാടി ചെയ്യേണ്ടി വരും. ഏറ്റവും അവസാനം ഈ ടെക്നിക്കൽ പ്രശ്നങ്ങളും കാരണം ചിലപ്പോൾ പടം ഫ്ലോപ്പ് ചെയ്ത് വരും. ചിലപ്പോൾ ഡയറക്ടറിൻ്റെ പ്രശ്നം ആയിരിക്കില്ല ചിലപ്പോൾ. പക്ഷേ ചെറിയ ആക്ടേഴ്സിന് വെച്ചും ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് പലതും നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഏറ്റവും സുപരിചിത എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തണ്ണീർമത്തൻ ദിനങ്ങൾ. അതാരും ഇല്ല, ആകെ അതിനുള്ള വിനയ ശ്രീനിവാസൻ മാത്രമാണ് നമുക്ക് കണ്ട് പരിചയമുള്ള ഒരാൾ. അന്നൊരു ആ സിനിമ ഒന്ന് ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കണക്ഷൻസ് മാക്സിമം എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും ഷൂട്ടിംഗ് സെറ്റൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വല്ല ഷൂട്ടിംഗ് എന്തെങ്കിലുമൊക്കെ വരും. പോവുക, കാണുക, ആരെങ്കിലും സംസാരിക്കാൻ പറ്റുമോ സംസാരിക്കുക, സ്വന്തമായൊരു വർക്ക് എന്തെങ്കിലും ചെയ്യുക. ബേസിലടക്കം ഷോർട്ട് ഫിലിം ചെയ്ത് വന്ന ആളാണ്. അതെ, കാരണം ബേസിലടക്കം ഷോർട്ട് ഫിലിം ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് എന്താ പറയുക, നമുക്ക് പണി അറിയാൻ 4 ആളെ കാണിക്കണം. എനിക്ക് പണി അറിയാം എന്നുള്ളത് 4 ആളെ കാണിച്ചാൽ എനിക്ക് ജോലി കിട്ടുള്ളൂ. എനിക്കിപ്പോൾ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലാണ് എന്താണെങ്കിലും എൻ്റെ വർക്കുകൾ കാണിച്ചാലേ എനിക്ക് വേറൊരാൾ വർക്ക് തരുള്ളൂ. സാറാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും എനിക്ക് വേറൊരു വർക്ക് തരുള്ളൂ. അപ്പോൾ എനിക്ക് പണി അറിയാമെന്നുള്ളത് കാണിക്കുക എന്നുള്ളത്. എന്നിട്ട് ആ വർക്കിനെ കാണിച്ച് എൻ്റെ വർക്ക് ഇതാണ്, എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേണം, താങ്കളുടെ അടുത്ത മൂവിയിലോ അല്ലെങ്കിൽ ഇതിലോ എന്തെങ്കിലും അവസരം കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ള, അവരെ കോണ്ടാക്റ്റ് വാങ്ങിക്കുക എന്നുള്ള. അതുപോലെ തന്നെ ചിലപ്പോൾ ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇതുവരെ പറയുകയാണെങ്കിൽ ഓക്കെ ശരി അടുത്തോട്ട് നോക്കാം, ഞാൻ പറഞ്ഞിട്ടോ ചിലപ്പോൾ ഞാൻ കാര്യം മറന്നേ പോകും.
സീരിയസ്ലി ഞാൻ ആ കാര്യം മറന്നേ പോവും. അതുപോലെ ഒരുപാട് പേര് അതുപോലെയായിരിക്കും. അപ്പോൾ ഒരു 100 പേരോട് പറഞ്ഞാൽ 10 പേരെങ്കിലും ഓർത്തിരിക്കും, അല്ല ഒരാളെങ്കിലും വിളിക്കുള്ളൂ. അതാണ് സത്യം. അപ്പോൾ മാക്സിമം ഇതിന് വേണ്ടി എഫേർട്ട് ഇടുക. ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ നമ്മുടെ ടാലൻസിനെ നമ്മൾ സെല് ചെയ്യാനായിട്ട് തന്നെ നോക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പം ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് പറഞ്ഞത് കൂടുതലൊരു അസിസ്റ്റന്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞത്. എഡിറ്റിങ്ങിനും ഇതുപോലെ തന്നെ ആയിരിക്കും പ്രോസസ്സിലേക്ക് നമ്മൾ ആൾക്കാരുടെ അടുത്ത് നമ്മൾ വീണ്ടും ലൈക്ക് എഫേർട്ട് ഇട്ട് അവരെ കണക്ഷൻസും അങ്ങനെ കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ട് തന്നെയാണോ എഡിറ്റിങ്ങിലോട്ടും വരുന്ന ആൾക്കാർ പോകുന്നു? എഡിറ്റിങ്ങിൽ വരുമ്പോൾ സോഷ്യൽ മീഡിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോഷ്യൽ മീഡിയയാണ് ഒരു എഡിറ്ററിനെ വളർത്തുന്നത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വർക്ക് കാണുമ്പോൾ ഇവൻ കൊള്ളാം എന്ന് തോന്നണം ആളുകൾക്ക്. ആ ഒരു രീതിയിലുള്ള വർക്കുകൾ നമ്മൾ സോഷ്യൽ മീഡിയ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല ക്ലയൻസിനെ കിട്ടും. ക്ലയൻസ് പലതരത്തിലുണ്ട്. അത് പറ്റിച്ചിടണവരുണ്ട്, അല്ലാതെ നല്ല വൃത്തിക്ക് നല്ല പ്രൈസ് ഒന്ന് നമുക്ക് അതിൻ്റെ ആ വർക്കിന് വേർത്തായിട്ടുള്ള പ്രൈസ് ഒന്ന് ചെയ്യിക്കുന്നവരുണ്ട്. ഒരു ടൈപ്പ് ഓഫ് ക്ലയൻസ് ഉണ്ട്. അത് ആ ഒരു നല്ല ക്ലയൻറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ 3 കൊല്ലത്തിന് മേലെ എടുത്തു ഇത് നല്ല ക്ലയൻറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്താൻ. നല്ല ക്ലയൻറ്റ് എനിക്ക് കിട്ടി തുടങ്ങാൻ. എനിക്ക് ആക്ച്വലി ഇപ്പോഴാണ് കുറച്ച് നാളായിട്ടുള്ളൂ നല്ല ക്ലയൻസിനെ കിട്ടി തുടങ്ങിയത്. ഒരുപാട് പേര് എന്നെ പറ്റിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ കുറെ കിട്ടിയിട്ടുണ്ടെന്ന്. ഒരുപാട് പേര് എന്നെ പറ്റിച്ചിട്ടുണ്ട്. പൈസ തരാന്നൊക്കെ പറയും, അതേത് പറയും. ഇവരുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ എഡിറ്റിങ് സിമ്പിൾ അല്ലേ, സ്വിച്ച് 4 കുത്തി പരത്തി ചെയ്യണം, പ്രശ്നമുള്ള പരിപാടിയുള്ള. പക്ഷെ ഇതല്ല എന്നുള്ളത് നമുക്കല്ലേ അറിയത്തുള്ളൂ. നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട് ചിലപ്പോൾ നമ്മുടെ ഉറക്കമായിരിക്കും. നമ്മുടെ ഒരു രാത്രിത്തെ ഉറക്കമായിരിക്കും മൊത്തം കളയുന്നത്. അതിന് ചിലപ്പോൾ ഇവരിടുന്ന പ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 200 രൂപ 100 രൂപ. എന്ത് ചെയ്യാനാ? അത് ഫോണിൽ എഡിറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഒരു പ്രൊഫഷണൽ സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്യുന്നതാണെങ്കിലും എഡിറ്റിങ്ങിന് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെന്ത് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ആണ്. ഇപ്പോൾ എഡിറ്റിങ്ങിൽ AI വന്നു തുടങ്ങി. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ഈ പോഡ്കാസ്റ്റ് വരെ എഡിറ്റ് ചെയ്യാൻ AI ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ സാധനം ഇപ്പോൾ 1 മണിക്കൂർ എന്നുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യാനായിട്ട് ചിലപ്പോൾ 3-4 മണിക്കൂർ വേണ്ടി വരും. ഇത് 10 മിനിറ്റ് കൊണ്ട് സ്വിച്ച് ചെയ്ത് തരുന്ന AI ഉണ്ട് ഇപ്പോൾ. അതാണ് സത്യം. പക്ഷേ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം? പക്ഷെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്നതാ AI ചെയ്ത് തരില്ല. അടുത്ത് എനിക്ക് സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്പുട്ട് തരത്തുള്ളൂ. നമ്മളവിടെ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ടാല് തിരിച്ച് കിട്ടും. ചിലപ്പോൾ AI ഇതേപോലെ ഇന്ന പോർഷനൊക്കെ കൊള്ളാൻ കേട്ടോ എന്ന് പറയും. ചിലപ്പോൾ വേസ്റ്റ് പോർഷൻ ആയിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടാത്ത പോർഷൻ ആയിരിക്കും. അതിൽ നിന്ന് ചിലപ്പോൾ വേറൊന്നും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഈ AI എന്നുള്ള സംഭവം ഇപ്പോൾ ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. അത് ഡിസൈനേഴ്സിൻ്റെയും എഡിറ്റേഴ്സിൻ്റെയും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എല്ലാത്തിനും കഞ്ഞൂടി മുട്ടിക്കാൻ പോകുന്നൊരു, എക്സ്പെഷ്യലി VFX ആർട്ടിസ്റ്റുകളുടെ കഞ്ഞൂടി മുട്ടിക്കാൻ പോകുന്നൊരു സാധനം. പക്ഷേ കുറേ ആൾക്കാർ ഈ പറഞ്ഞ AI-നെ എന്താ പറയുന്നത് ഭയങ്കര മാറ്റി നിർത്തുന്നുള്ളൊരു സംഭവമുണ്ട്. ബട്ട് ഡിസൈനേഴ്സിൻ്റെയും വീഡിയോ എഡിറ്റേഴ്സിൻ്റെ വർക്ക് ഫ്ലോയിലോട്ട് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ് ബെഞ്ചമിന് തോന്നുന്നത്? ലൈക്ക് ഇസ് ഇറ്റ് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ ഫ്യൂച്ചറിൽ? ഇതും കൂടെ ഒരുപാട് ഹെൽപ്ഫുൾ ആണല്ലോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ഫോട്ടോഷോപ്പിൻ്റെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു സാർ. അതായത് മാറ്റ് പെയിൻറ്റേഴ്സിന് പണി കളയുന്ന പരിപാടിയാണ് റീലൈറ്റിങ്. നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിന് 360 പരിപാടി ഒരു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഇമേജ്, ഒരു PNG ഇമേജ് റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മൾ കണ്ടപ്പോൾ എന്താ അത്? കാരണം ഇത് പക്കാ മാറ്റ് പെയിൻറ്റേഴ്സിന് തലവേദന എടുക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഇനി കമ്പനികൾക്ക് ഇപ്പോൾ 100 മാറ്റ് പെയിൻറ്റേഴ്സ് ഒരു VFX സ്റ്റുഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 100 വേണ്ട, ഇനി 10 90 എടുത്തത് കളയാം, 10 മതി. ആ ഒരു രീതിയിലോട്ട് വരും. കാരണം അത്രയും പണി കുറഞ്ഞു. ഇനിയിപ്പോൾ മാറ്റ് പെയിൻറ്റേഴ്സ് കോമ്പോസിറ്റിങ് പഠിക്കേണ്ടി വരും. കോമ്പോസിറ്റിംഗ് ആർട്ടിസ്റ്റ്, മാറ്റ് പെയിന്റിംഗ് ആർട്ടിസ്റ്റ് രണ്ടായി. ഇനിയിപ്പോൾ കോമ്പോസിറ്റ് ചെയ്യുന്നവരോട് തന്നെ പറയാം, നിങ്ങൾ മാറ്റ് പെയിന്റിംഗ് കൂടി ആ ഒരു രീതിയിലും പഠിച്ചോ, രണ്ടും കൂടി അറിയാവുന്നവരെ മതി. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പണ്ട് ഗ്രാഫിക് ഡിസൈനും വീഡിയോ എഡിറ്റിങ്ങിനും രണ്ടായിരുന്നു, സെപ്പറേറ്റ് ആയിരുന്നു. ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഗ്രാഫിക് ഡിസൈനിങ് അറിയണം, വീഡിയോ എഡിറ്റിംഗ് അറിയണം, മോഷൻ ഗ്രാഫിക്സ് അറിയണം, AI അറിയണം. ഇത്ര 4 കാര്യങ്ങളെ ജോലിയുള്ളൂ. എല്ലാവരും ചോദിക്കുന്നതാ. അപ്പോൾ ഇത് നമ്മുടെ വർക്ക് ഫ്ലോയിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആഡ് ചെയ്തതിലെ കാര്യമുള്ളൂ. നമുക്ക് സർവൈവിങ് ആണ് ഏറ്റവും വലിയ കാര്യം.
ഇത് നമുക്ക് നമ്മുടെ ജോലി പോവണ്ടെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ഈ പരിപാടി തുടങ്ങി കുറച്ചാൾ പിന്നെ, കാരണം വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക്. എനിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ജോലിയാണ് വരുന്നത്, നമുക്ക് സമ്പാദിക്കണം, നമുക്ക് എന്തെങ്കിലും വേണം. അതാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ.